മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജയിലിലേക്ക്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെ മാവേലിക്കര സബ് ജയിലിലേക്കാണ് മാറ്റിയത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വീണ്ടും മാവേലിക്കര സബ് ജയിലിലേക്ക് ഇയാളെ മാറ്റിയിരിക്കുന്നു. വിശദാംശങ്ങൾ. സമ്മി നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ മാസം 24-ാം തീയതി വരെ തന്നെ. കഴിഞ്ഞ ദിവസം ഇതേ പത്തനംതിട്ട മജിസ്ട്രേറ്റ് അമ്പിളി ദേവി റിമാൻഡ് ചെയ്തിരുന്നു. പിന്നീട് അന്വേഷണ സംഘം ഇയാളെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അത് തിരുവല്ല കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടപടികളെല്ലാം പൂർത്തീകരിച്ചു. ഇന്നലെ രാവിലെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെ 4-ാം നിലയിലെ 408 മുറിയിൽ വെച്ച് പീഡനം നടന്നതായി ഈ പ്രതി രാഹുൽ മാങ്കൂട്ടം ആ മുറിയിലാണ് ഞങ്ങൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നതായും സമ്മതിച്ചു. പക്ഷെ അതേസമയം പീഡനം നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് അതിന് മൗനം പാലിക്കായിരുന്നു, ഉത്തരം നൽകിയില്ല. മറ്റു പല കാര്യങ്ങൾക്കും അന്വേഷണ സംഘവുമായി SIT-യുമായി ഇയാൾ സഹകരിച്ചുമില്ല എന്ന് SIT അത് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുമെന്നാണ് അറിയുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല കോടതി പരിഗണിക്കും. നാളെ ജാമ്യം സംബന്ധിച്ച വാദം കേൾക്കും. രാജ്കുമാർ, ഇയാൾ ചോദ്യം ചെയ്യലിനോടും അന്വേഷണ സംഘത്തോടും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. 3 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയെങ്കിലും ഇയാൾ അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല. സ്വാഭാവികമായും ഇയാളെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുമോ? ഇനി കസ്റ്റഡിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കേണ്ടതായിരുന്നു. ഇന്ന് 5 മണിവരെ പോലീസ് കസ്റ്റഡിക്കുള്ള ഇതിന് സമയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പേ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൈദ്യപരിശോധന നടത്തിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ഈ പത്തനംതിട്ട മജിസ്ട്രേറ്റ് അഞ്ജലിക്ക് മുമ്പേ ഹാജരാക്കിയതും പിന്നീട് ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയത്. നിലവിൽ ജയിൽ മാറ്റത്തെ സംബന്ധിച്ചിട്ടുള്ള അപേക്ഷകളൊന്നും രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ചിട്ടില്ല. MLA എന്നുള്ള പ്രിവിലേജ് അയാൾക്കുണ്ട്. പക്ഷെ അതേസമയം ആ പ്രിവിലേജ് അനുസരിച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങൾ നൽകാൻ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ അതിനുള്ള സൗകര്യങ്ങളില്ല. 3-ാം നമ്പർ സെല്ലാണ് അനുവദിച്ചത്. ആ 3-ാം നമ്പർ സെല്ലില് വിരിച്ചു നൽകിയാണ് അവിടെ ഇതിനുള്ള വാസ സൗകര്യം ജയിൽ സൂപ്രണ്ട് ഒരുക്കിയത്. മറ്റു പത്രങ്ങളുമൊക്കെ നൽകിയിരുന്നു. നാളെ വീണ്ടും തിരുവല്ല കോടതിയിൽ ഹാജരാക്കും. ഈ അന്വേഷണവുമായി സഹകരിക്കാത്ത പ്രശ്നങ്ങൾ നാളെ ഇയാൾക്ക് ജാമ്യം നൽകിയാൽ നിലവിൽ ഇപ്പോൾ തന്നെ SIT-യുമായി ചോദ്യം ചെയ്യുന്നു, അന്വേഷണത്തോ സഹകരിക്കുന്നില്ല. അത് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ടെന്നുള്ള SIT-യുടെ വാദം പ്രോസിക്യൂഷൻ നാളെ കോടതിയിൽ ഉന്നയിച്ചേക്കും.